ഇന്നത്തെ ദിവസം റബ്ബർ വെട്ടിന് ലീവും കൊടുത്തിട്ട് ഫുൾ റെസ്റ്റ് എടുക്കാമെന്നും പറഞ്ഞിരുന്നപ്പോഴേ കുരുമുളക് പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ അത് ഇനി അവിടെ നിർത്തിയിരുന്നാൽ മൊത്തം പഴുത്ത് മൂട്ടി വീണ് ചിതറി പാഴിപ്പോവും. അതുകൊണ്ട് പിന്നെ അതങ്ങ് നമ്മൾ ഈർത്തെടുക്കാൻ തീരുമാനിച്ചു. വീടിൻ്റെ മുൻവശത്തായിട്ട് 2 മൂട് മുളക് പൊടിയാണേ ഉള്ളത്. ഒന്ന് മിരിങ്ങയിലും പടത്തിയിട്ടുണ്ട്, ഒന്ന് മാവിലും പടത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷത്തെക്കാളും മുളക് തീരെ കുറവാണ് ഇപ്പോൾ. എന്നാലും നല്ല നീട്ടമുണ്ട് കേട്ടോ ഈ മുളകിന്. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുമാതിരി ചവുങ്ങ് കണക്കത്തെ മുളകും ഉണ്ട്. അതെന്താണോ എന്തോ കാലാവസ്ഥ ശരിയാവാത്തതുകൊണ്ടാണെന്ന് അറിയാം. നിന്ന് മുളകെല്ലാം ഇറുത്തെടുത്തതിന് ശേഷം സുനിയൻ എന്തേ ഏണിയിട്ട് മുകൾ ഭാഗത്ത് മുളകെല്ലാം ഇറുത്തെടുക്കുവാണേ. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. താഴത്തെ മുളകെല്ലാം ഇറുത്തെടുത്തോണ്ടും ഞാനങ്ങനെ വായി നോക്കിക്കൊണ്ട് നിൽക്കുവാണേ. അപ്പോൾ അതേ താഴെ ചേച്ചി പാലെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങൾ വെട്ടിയില്ലേ, എന്താ ലീവ് ഇട്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ സുനിയൻ്റെ മോൾ ഭാഗത്തെ കുരുമുളകെല്ലാം ഒരു ബക്കറ്റിലേക്ക് ഇറുത്തിട്ടതിന് ശേഷം എൻ്റെ കയ്യിലേക്ക് തരും കേട്ടോ. അപ്പോൾ ഞാൻ അത് വാങ്ങി താഴെ ചരുവത്തിലേക്ക് ഇടുവാണ്. ഇങ്ങനെ ഏണി കയറി നിന്ന് ഇറുത്തെടുക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം കേട്ടോ. ഏണി കയറി നിന്ന് മോൾ ഭാഗത്തെ മുളക് ഇറുത്തെടുക്കണമെന്ന്. വലിയ പൊക്കയില്ലാത്തത് കൊണ്ടാണ് ആ ധൈര്യമായിട്ട് കയറാൻ തോന്നിയത്. അങ്ങനെ എന്നെ കൊണ്ട് ഒക്കുന്ന രീതിക്ക് ഞാനും കയറി കുറച്ച് ഇറുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇത്രയും കുരുമുളക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിന് കൊണ്ടുവന്ന് നമ്മൾ തറ അങ്ങോട്ട് തൂത്തതിന് ശേഷം നല്ല രീതിക്ക് ചവിട്ടി പൊഴിച്ചെടുക്കുവാണ്. എനിക്ക് സത്യത്തിൽ ഈ ചവിട്ടി പൊഴിക്കാൻ അറിയത്തില്ല. സുനിയനാണ് ഇതെല്ലാം ചെയ്യുന്നത് കേട്ടോ. ഞാൻ പൊഴിച്ചിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കുരുമുളക് എല്ലാം പാഴിപ്പോയേനെ. അങ്ങനെ അതിനെ പൊഴിച്ചതിന് ശേഷം പൊഴിക്കാത്തതിന് നമ്മൾ കടഞ്ഞ് പറക്കി സെപ്പറേറ്റ് ഇട്ട് വീണ്ടും ചവിട്ടി നല്ല രീതിക്ക് പൊഴിച്ചെടുക്കുവാണ്. ഇതിൽ പഴുത്ത കുരുമുളകൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഉടഞ്ഞിട്ടില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പൊഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ വന്ന ചണ്ടിയാണ് ഇത്. അതിലും പോലും ഒരു കുരുമുളക് പോലും ഇരിക്കാത്ത രീതിയിലാണ് നല്ല രീതിക്ക് പൊഴിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ അതിനെ നേരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്കെല്ലാം കളയാൻ വേണ്ടിയിട്ട് പാറ്റിയെടുക്കുന്നത് സുനിയണ്ണൻ തന്നെയാണ്. ഇത് എനിക്ക് അത്ര വശമില്ലാത്ത പണിയാണ്. അങ്ങനെ പാറ്റിയെടുത്ത് എല്ലാം റെഡിയാക്കി എടുത്ത കുരുമുളക് അപ്പം തന്നെ ഞാൻ ഒരു കുറ്റി ചാക്കിലോട്ട് മാറ്റുവാണ്. ഇപ്പം തന്നെ നമ്മൾ ഇതിനെ വെഞ്ഞാറമൂട്ടിൽ കൊണ്ടുകൊടുത്ത് കാശാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടാവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് താഴെ നിൽപ്പുണ്ട്. അതിനെ ഇനി ഇറുത്തെടുത്താൽ മാത്രം മതി. അപ്പോൾ എന്തെങ്കിലും വെഞ്ഞാറമൂട്ടി കൊണ്ടുവന്ന് ഞാൻ കുരുമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങൾ കൊണ്ടുകൊടുത്ത കുരുമുളക് തൂക്കി അതിൻ്റെ ക്യാഷും കയ്യിൽ വാങ്ങിയിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ചടപടയെന്നായിരുന്നു. കുരുമുളക് ഇറുക്കലും തൊഴിക്കലും കൊണ്ടുപോയി വിൽക്കലും എല്ലാം. അത്യാവശ്യം കുറച്ച് സാധനങ്ങളും വാങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്